14 വർഷം കൃഷ്ണന്റെ കൂടെ ആടിയും ഓടിയും ചാടിയും ചാഞ്ചാടിയും കളിച്ച ഗോപികമാര് കൃഷ്ണനിൽ നിന്ന് ചോദിക്കുന്ന വരം ഇതാണ്: ആഹുശ്ചതേ നളിനനാപപദാരവിന്ദം യോഗേശ്വരി ഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹം ചുഷാം മനസ്സി ഉദിയൽ സദാന്നം. എന്താ ചോദിക്കുന്നത്? ഏ നളിനനാഭ പദാരവിന്ദം സദാ മനസ്സി ഉദിയാത്. സദാ എപ്പോഴും എപ്പോഴും സദാ മനസ്സിൽ ഉദിക്കട്ടെ, ഓർമ്മയിലുണ്ടാവട്ടെ. എന്താ ഓർക്കേണ്ടത്? ഹേ നളിനനാഭ പദാരവിന്ദം. പദാരവിന്ദം എന്ന് പറഞ്ഞാൽ നാമം എന്നർത്ഥമെടുക്കുക. ഭഗവാന്റെ പാദം, ഭഗവാന്റെ നാമം എപ്പോഴും മനസ്സിൽ ഉദിയാൽ, എപ്പോഴും മനസ്സിൽ തോന്നണം. കാരണം ഞങ്ങൾ എവിടെ ഇരിക്കുന്നത്? സംസാരകൂപപതിതം, സംസാരമാകുന്ന കൂപത്തിൽ വീണിരിക്കുന്ന ഞങ്ങൾക്ക് ഏക അവലംബനം ഈ നാമം മാത്രമാണ്. ഒരു ആലംബനമുള്ളത്, ആശ്രയമുള്ളത്, ഒരു അവലംബനമുള്ളത്. അതുകൊണ്ട് എന്നും ഭഗവാന്റെ ആ നാമം മനസ്സിൽ ഉദിക്കാൻ അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണം. എപ്രകാരമാണോ യോഗീശ്വരന്മാരായ ആളുകള് അവരെ ഹൃദയത്തിൽ എപ്പോഴും ആ നാമസ്മരണം കൊണ്ടു നടന്ന് അവരെ അങ്ങയിൽ ആസ്വദിക്കുന്നത്, അങ്ങയിൽ മുങ്ങിത്താഴ്ന്നിരിക്കുന്നത് അഗാധബോധൈ, ഇതുപോലെ ഞങ്ങൾക്കും നാമസ്മരണയിലൂടെ ഞങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ അനുഗ്രഹിക്കണം. ഇതിൽ പരം ഒരു വരവും വേണ്ട. കൃഷ്ണനോട് ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഞങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവരുത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഒന്നും ചോദിക്കുന്നില്ല. ചോദിക്കുന്നത് എന്താണ്? സദാ മനസ്സിൽ എന്നും മനസ്സിൽ ഉദിക്കണം. ഏതാണ്? നളിനനാഭപദാരവിന്ദം. ഈ ഭഗവാൻ എവിടത്തെ പാദാരവിന്ദം എന്ന് പറഞ്ഞാൽ നാമസ്മരണം മനസ്സിലുദിക്കണം. ഇതിൽ പരം ഒരു വരവും വേണ്ട. ഇതൊക്കെയല്ലേ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്? ഇതല്ലേ ആവശ്യപ്പെടേണ്ടത്? അതുകൊണ്ടാണ് ഈ ശ്ലോകം ഓർത്തു വെക്കണം എന്ന് ഞാൻ പറഞ്ഞത്.